ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. EGM അഥവാ എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയിൽ വീണ്ടും ദൈവവചനമായി കടന്നു വരുവാൻ കൃപാലുവായ ദൈവം, നമ്മുടെ രക്ഷിതാവായ പിതാവായ ഏകദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിച്ചു വരികയാണല്ലോ. സത്യോപദേശം ദൈവത്തിൽ നിന്നും, ഭോഷ്കിൻ്റെ ഉപദേശം അല്ലെങ്കിൽ ദുരുപദേശം സാത്താനിൽ നിന്നും വരുന്നു. അനേക ഉപദേശങ്ങൾ ഉണ്ട് എന്നും അതിൻ്റെ അർത്ഥങ്ങൾ എന്നിവ വിവരിക്കുകയുണ്ടായി. ദൈവത്തിങ്കിലെ വിശ്വാസം, ദൈവമെന്ന വിഷയത്തിൽ സൂക്ഷ്മമായി പഠിക്കേണ്ടതായ ഒരു വിഷയമാണ്. ആദി അനാദി, അതിനു മുൻപ് സൃഷ്ടികൾ, ദൈവിക നിയമങ്ങൾ, സ്വർഗം നഗരം, ന്യായവിധി, കാലങ്ങൾ, രക്ഷ, മാനസാന്തരം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, കള്ളപ്രവാചകന്മാർ, കള്ളക്രിസ്തുക്കൾ, ദുരുപദേഷ്ടാക്കന്മാർ, പുനരുദ്ധാനം, മാനസാന്തരം, സ്നാനം എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങൾ ശരിക്കും പഠിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കി ആത്മീക ജീവിതത്തിൽ നാം മുന്നോട്ട് പോകണം. സ്തോത്രം. ഇവിടെയാണ് ദൈവവചനത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും വ്യത്യാസത്തിൽ ഉപദേശങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമതായി നാം ഇങ്ങനെ ചിന്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഉപദേശത്തെയാണ് നമുക്ക് അവിടെ കാണുന്നത്. ആത്മീക അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായിരിക്കുന്ന ഒരു മനോഭാവം മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സത്യത്തെ, ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരുവൻ്റെ വഴി ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനം നാശകരമെന്ന തിരുവചനം സ്തോത്രം ഓർമ്മപ്പെടുത്തുന്നു. ശരിയായ അനുഗ്രഹം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുമാണ്. അതുമാത്രമാണ് നിലനിൽക്കുന്നത്. നമ്മളെ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തി വചനത്തിൽ നിലനിൽക്കണം. ദൈവവചനത്തിൽ കൂട്ടരുത്, കുറക്കരുത് എന്ന്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന്. അത് നമ്മളെ നിത്യതയിൽ നിന്ന് നിത്യനാശത്തിലേക്ക് നയിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ദൈവത്തെ പോലെ ആകുവാൻ ആരും ശ്രമിക്കരുത്. ദൈവവചനത്തിന് വിപരീതമായി ഒന്നും സ്വീകരിക്കരുത്. സകലതും സൃഷ്ടിച്ച ദൈവം അനുഗ്രഹങ്ങളുടെ ഉടയവനാണെന്നുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം. ദൈവം തരുവാൻ ഉദ്ദേശിച്ചതായ സമയത്ത് അത് തരും എന്നുള്ളതാണ്. ലോകത്തെ അനുഗ്രഹമല്ല ശരിയായ അനുഗ്രഹം, അത് നിലനിൽക്കുന്നതുമല്ല. സ്തോത്രം. അതുകൊണ്ട് നിലനിൽക്കുന്ന അനുഗ്രഹത്തിനായിട്ട് നാം ഓരോരുത്തരും ദൈവവ്യവസ്ഥ പ്രകാരം നിലനിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ദൈവലംഘനം നാശമാണ്, മരണവും ന്യായവിധിയും നിത്യനാശവും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. സ്തോത്രം. ഇത് നാം അല്പമായതോട് അനുബന്ധിച്ച് ചിന്തിക്കുന്നത് മത്തായി സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെയാണ് നാം
അല്പമായി ചിന്തിക്കുന്നത്. ധാരാളം ഉപദേശങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നാം ആയിരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ഉപദേശം, പ്രവാചകന്മാരിലൂടെ കേട്ട ഉപദേശമുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശമുണ്ട്, ഭൂതങ്ങളുടെ ഉപദേശമുണ്ട്, മാനുഷിക ഉപദേശങ്ങളുണ്ട്. അതുപോലെ ഭൂതങ്ങളുടെയൊക്കെയും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഉണ്ട്. ഇവയെ യഥാക്രമം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നമ്മൾ ലോകത്ത് നിലനിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു ചെന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ സകല വചനം കൊണ്ടല്ല, സകല വചനം കൊണ്ടും ജീവിക്കണമെന്നുള്ളതാണ്. സ്തോത്രം. മാനുഷിക ശരീരത്തെ നിലനിർത്തുന്നതായിരിക്കുന്ന സ്തോത്രം ജഡീകമായിരിക്കുന്ന ശരീരത്തിൻ്റെ ഉപജീവന ചിന്തകൾക്കായിട്ടുള്ള ഭാരങ്ങൾ നമ്മളെ ഒരിക്കലും സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പാൻ ഇടവരുത്തരുത്. ഇവിടെ പറയുന്നു, സ്തോത്രം, അവൻ്റെ വിശപ്പ്, അവനോട് ആ വിശപ്പിൻ്റെ അവസ്ഥയിൽ സാത്താൻ അവനോട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സ്തോത്രം, മനുഷ്യൻ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഒരു ദൈവിക പൈതൽ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത്, സ്തോത്രം, ദൈവവചനത്തിലെ ആധികാരികതയെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ വലിയ സത്യത്തെ മനസ്സിലാക്കി ഈ ലോകത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ ആണ് നാം ജീവിക്കേണ്ടത്. അപ്പമല്ല ആധാരമായിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ജീവൻ ആധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ സത്യത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തന്നെയാണ്. അനേക വ്യാജ ഉപദേശങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേക കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അതുപോലെ ചക്രവാക്കുകളും മുഖസ്തുതികളും കെട്ടുകഥകളും കിഴവിക്കഥകളൊക്കെയും പറഞ്ഞ് അനേകരെ വശീകരിച്ച് വിശ്വാസത്തിലൂടെ കൊണ്ടു നടക്കുമ്പോൾ
നാം ഓർക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം പ്രശസ്തി കൊടുത്തുകൊണ്ട്, ദൈവവചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സ്തോത്രം ഈ ലോകത്തിൽ നാം നിൽക്കണം. എബ്രിയ ബാലന്മാരുടെ ജീവിതത്തിൽ മരണം അവർക്കൊരു വിഷയമായിരുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ അനുസരണമായിരുന്നു ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന വിശ്വാസ ജീവിതമെന്ന് നമുക്ക് സ്തോത്രം ആ തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സംഭവ വികാസങ്ങളിലൂടെ നമ്മളെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ല എങ്കിലും ദൈവമായ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കൽപ്പനകളിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം, അതിധൈര്യമായ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം, അവർക്ക് മഹാപ്രതിഫലമുള്ള വിശ്വാസത്തെ തള്ളിക്കളയുവാൻ സാഹചര്യങ്ങൾ സ്തോത്രം അവരെ കീഴ്മപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ആ സാഹചര്യത്തിൻ്റെ അവസ്ഥയിൽ അതിൽ നിന്ന് തെറ്റിക്കുവാൻ, അവരുടെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് അവരെ പിന്മാറ്റുവാൻ, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ അനുസരണത്തിൽ നിന്ന് അവരെ തീർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നമുക്ക് ഒരു പാഠം നൽകുകയാണ്. അതുകൊണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറയും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 52 വായിക്കുമ്പോൾ, അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗത്തിന് ശിഷ്യനായി തീർന്ന ഏതൊരു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശ്യമാകുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷത്തിൽ 24 നമ്മൾ വായിക്കുന്നു, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളിലും മോശെ പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഏതൊരു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന വീട്ടു ഉടയവനോട് തുല്യനാണ്. പഴയ നിയമത്തിൽ തന്നെയാണ് പുതിയ നിയമം ഇരിക്കുന്നത്. പ്രവാചകന്മാരാൽ ക്രിസ്തുയേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ ലോക അന്ത്യത്തെക്കുറിച്ച്, ഏത് വിഷയങ്ങളെക്കുറിച്ചും, മനസ്സാന്തരത്തെക്കുറിച്ച്, ഏത് വിഷയമായിരുന്നാലും പഴയ നിയമത്തിൽ ആ വിഷയം നമ്മളെ ഉത്ബോധിപ്പിച്ച് നീതിയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അതിൽ ഒളിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചക തിരുവെഴുത്തുകളോട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രവാചക തിരുവെഴുത്തുകളാൽ ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിച്ചതായിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ പുതിയതും പഴയതുമായിരിക്കുന്ന നിയമത്തെ അതിലടക്കം ചെയ്തിട്ടുണ്ട്. അത് കർത്താവ് വന്നപ്പോൾ പറയുകയും പരിശുദ്ധാത്മാവ് ആ സത്യത്തെ മനസ്സിലാകാത്തത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് തിരുവെഴുത്തുകളെ ശരിക്കും നാം അറിയണമെന്നുള്ളതാണ്. തിരുവെഴുത്തുകളെ വളച്ചൊടിക്കുന്നതായിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ, അനേക വിശ്വാസ സംഹിതകൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, ആരും നിങ്ങളെ തെറ്റിച്ച് കളയുവാൻ ഇടയാകരുത്. വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. രണ്ടാമത് ഇവിടെ പറയുന്നത് സാഹസികമായിരിക്കുന്നതായ പ്രവൃത്തി വിശ്വാസത്താൽ. 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങൾ അവിടെ ഉദ്ധരിക്കുകയാണ്. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി
ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. ഒരു സാഹസികമായിരിക്കുന്ന പ്രവർത്തനം. ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. നീ താഴോട്ട് ചാടുക. അപ്പോൾ വിശപ്പിൻ്റെതായിരിക്കുന്ന വിളി അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഉപവാസത്തിന് ശേഷം വിശന്നപ്പോൾ, സാത്താൻ അതേ രൂപത്തിൽ, അതുകൊണ്ടാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിവില്ലാത്തവർ അല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയണമെന്നാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന തിരുവെഴുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ സാത്താൻ എടുത്തതായ മാർഗം തിരുവചനത്തിലൂടെ തെറ്റിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ വിവിധമായിരിക്കുന്ന വശങ്ങളിൽ നമ്മുടെ ആവശ്യമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന അവസരങ്ങൾ നമ്മളിൽ സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ നിത്യ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, നമ്മളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുമോ? രണ്ട്, സാത്താൻ കർത്താവ് ഉത്തരം പറഞ്ഞതായിരിക്കുന്നത് ദൈവവചനത്തിലൂടെ ആയതുകൊണ്ട് അവനെ തെറ്റിക്കുവാൻ, അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കുവാൻ വചനത്തിലൂടെ കടക്കുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയുടെ വചനത്തെ ശരിയായി നാം പരിശോധിക്കുകയും അറിയുകയും ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും സ്തോത്രം അർത്ഥവ്യത്യാസങ്ങൾ വരുത്തുന്നതാണ്. മാത്രമല്ല, പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളയുവാൻ കഴിയുന്നതാണ്. ഇവിടെ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നാം തിരുവചനത്തിലെ വ്യാഖ്യാനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവവചനം കൊണ്ട് കാലങ്ങളുടെ ആ സമയത്തെ ശരിയായി അറിയണം എന്നുള്ളതാണ്. രണ്ടാമത്, ദൈവവചനത്തിൽ എന്നും കൂടെ ഇത് മാത്രമല്ല, ദൈവത്തെ പരിശോധിക്കുന്ന വിധത്തിലുള്ളതായ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. അധ്വാനിച്ച് നാം വിയർപ്പോടെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ ഒരു വേലയും എടുക്കാതെ ദൈവം 2 ചാക്കരി തന്നാൽ, അല്ലെ പച്ചക്കറി തന്നാൽ എന്ത് ചോദിച്ചാലും തരും എന്ന് വിചാരിച്ച് എന്തെല്ലാമൊക്കെയോ ചോദിച്ച് വാങ്ങി ജീവിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. ഇത് ദൈവത്തെ പരീക്ഷിക്കുകയാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവിക വ്യവസ്ഥകളുടെ പൂർണ്ണത കണ്ടെത്തിക്കൊണ്ട്, അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഏത് സന്ദർഭത്തിലാണത് സംസാരിക്കുന്നതെന്ന് അറിയാതെ നാം ദൈവത്തെ പരീക്ഷിക്കുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തെ നീ ഇതുപോലെ പരീക്ഷിക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാനായിരിക്കുമ്പോൾ, ദൈവവചനത്തിലൂടെ
തന്നെ തന്നെ ഉറപ്പിക്കുന്നതായ പല വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ലക്ഷ്യം സ്വന്തമായ ദർശനമാണ്. അവരുടെ ലാഭേച്ഛയുടേതായിരിക്കുന്ന പ്രതിഫലനമാണ് അവരുടെ ആ പ്രവർത്തനങ്ങൾ. ലക്ഷ്യം തെറ്റാകുന്നു എന്നുള്ളതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവത്താൽ നടക്കുമ്പോൾ അത് വിലക്ക് വിൽക്കുന്ന, അതുകൊണ്ട് ധനമുണ്ടാക്കുന്ന, അതുകൊണ്ട് ദിവ്യനാണെന്ന് പ്രഖ്യാപിക്കുന്ന, ഞാനെന്തോ സംഭവമെന്ന് മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുന്ന അനേകർ ഈ ആത്മീക ലോകത്തിലുണ്ട് എന്നുള്ളതാണ്. യൂട്യൂബിലൂടെയൊക്കെയും അതൊക്കെയും കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ദൈവിക വചനത്തിൻ്റെ ആഴങ്ങളെ, സത്യത്തെ അത് എങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു എന്നും ആത്മാവ് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു അപ്പുറമായി സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം ലാഭത്തിന് വേണ്ടി ക്രിസ്തുവിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന അനേകരുടെ ഒരു കൂട്ടം നമുക്ക് ലോകത്ത് കാണുവാൻ കഴിയും. വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. സ്തോത്രം. മൂന്നാമതായി അവനെ മേലോട്ട് ഒരു മലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. ലോകത്തിലുള്ള സകല രാജ്യങ്ങളും ഇവിടെ മഹത്വവും കാണിച്ചു. വീണനെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പലരും ഹല്ലേലൂയ, പല മഹത്വങ്ങളും പല അത്ഭുതങ്ങളും അടയാളങ്ങളും കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ചെയ്യുമ്പോൾ അവരാൽ വശീകരിക്കപ്പെട്ട് യഥാർത്ഥമായ സത്യവചനത്തെ തിരിച്ചറിയാതെ അവരുടെ കണ്ണുകെട്ടി ഇരുട്ടിലൂടെ വിശ്വാസത്തിലൂടെ നടത്തുന്ന അനേക കള്ളന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, ഇതൊക്കെ സൗജന്യമായി ലഭിച്ചതാണ്, സൗജന്യമായി ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ മാത്രമാണ്, സ്തോത്രം, നീ ആരാധിക്കാവൂ. അതുകൊണ്ട് ദൈവത്തെ മാത്രമാണ് നമസ്കരിക്കാവൂ. നമുക്ക് ലോകത്തിൽ പ്രതാപങ്ങൾ നമ്മളെ വശീകരിച്ചേക്കാം, അധികാരങ്ങൾ നമ്മളെ വശീകരിച്ചേക്കാം, നമ്മളുടെ തസ്തികകളിൽ പല നേട്ടങ്ങളും നമ്മൾക്ക് കൈവരിക്കുവാൻ തക്കവണ്ണമുള്ള അവസ്ഥകൾ നമ്മളുടെ മുൻപിലേക്ക് കടന്നു വന്നേക്കാം. എന്നാൽ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയരെ, സാഹസികമായിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാൻ ഇടയാക്കുകയും ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് അധികാരം, ഉടമസ്ഥത, അനുഗ്രഹങ്ങളൊക്കെയും നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഇടയാക്കരുത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, തിന്മാൻ നല്ലത് കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് കണ്ടു. അതുകൊണ്ട് വശീകരണ വാക്കുകൾ കൊണ്ടോ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലോ ഇതൊന്നും നമ്മളെ തെറ്റിക്കുവാൻ ഇടയാക്കരുത്. വചനത്തിൻ്റെ, ദൈവവചന, അതുകൊണ്ട് വചനത്തിൽ നിന്ന് നാം കൂട്ടുകയോ കുറയ്ക്കുകയോ, ദൈവിക ആത്മാവ് വ്യാഖ്യാനിക്കാത്തത് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് ചക്രവാക്കുകളും മുഖസ്തുതികൾ കൊണ്ടും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ടും കിഴവൈ കഥകൾ കൊണ്ടും
അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ഒന്നും നമ്മെ തെറ്റിക്കരുത്. പ്രിയരെ, നാം വളരെ ഗൗരവമുള്ളവരായിരിക്കണം. ദൈവവചനത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉറപ്പും ധൈര്യവും പ്രാപിച്ചവരായിരിക്കണം. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ശരിയായി പഠിക്കുന്നവരായിരിക്കണം. നമ്മളെ ഏത് വിധേനയും തെറ്റിപ്പാൻ സാത്താൻ വിവിധമായിരിക്കുന്ന വശങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ കാലങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. ക്രിസ്തു അവിടെയെന്നോ ഇതാ എന്നോ അറകളിൽ നിന്നോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു എന്നൊക്കെയും ന്യായവിധിയെക്കുറിച്ചൊക്കെയും പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയായിരിക്കരുത് നമ്മുടെ വിശ്വാസം. നമ്മുടെ തിരുവചന അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസമായിരിക്കണം. അതുകൊണ്ട് പറഞ്ഞു വന്നത് പ്രോസ്പെരിറ്റി, അനുഗ്രഹങ്ങൾ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് ത്യജിക്കുവാനിടയാക്കരുത്. അനുഗ്രഹമാണ് ആത്മീയതയുടെ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന നിലവാരമെന്ന് പഠിപ്പിക്കരുത്. സമ്പത്തുണ്ടാകുമ്പോഴും സമ്പത്തില്ലാതെ വരുമ്പോഴും ജോബിനെ പോലെ നിൽക്കുവാൻ കഴിയുന്നതാണ് വിശ്വാസം. സമ്പത്തോ ദാരിദ്ര്യമോ ഇതിന് ഒരു കാരണമല്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ആർക്ക് വേർപെടുത്തുവാൻ കഴിയും? കഷ്ടതയ്ക്കോ നിന്ദയ്ക്കോ പ്രയാസത്തിനോ ബുദ്ധിമുട്ടുകളിനോ ഉറക്കിളപ്പിനോ ഒന്നിനും സാധ്യമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് നേരിട്ടതായിരിക്കുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, സ്തോത്രം, നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹം എന്നത് ആത്മീയതയുടെ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ആത്മീയതയുടെ മുഖമുദ്ര എന്ന് പഠിപ്പിക്കുന്ന അനേകർ ഇവിടെയുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതലൊക്കെ നാം വായിക്കുമ്പോൾ അനുഗ്രഹവും ശാപവും എന്നുള്ളത് ദൈവിക വ്യവസ്ഥകൾക്കനുസൃതം എന്നാണ്. ദൈവിക വ്യവസ്ഥകളെ പറഞ്ഞുകൊടുക്കാതെ എല്ലാ വിഷയവും ഞങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരൂ. യേശു ക്രിസ്തു ഏക ഉത്തരം എല്ലാറ്റിൻ്റെയും എന്ന് പറയുകയും അവരെ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരത്തെ ശരിയായി പഠിപ്പിക്കാതെ, പറഞ്ഞു കൊടുക്കാതെ, കാരണങ്ങൾ എന്തെന്ന് വിലയിരുത്താതെ അനേകർ സ്വന്തം ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് പലരും ഇതിനു വേണ്ടി അടുത്തു വരുന്നതായി കാണുവാൻ കഴിയും. നമ്മളെ ആരും തെറ്റിക്കരുത്. ഏത് വിധേനയും നമ്മളെ തെറ്റിക്കുന്നതാണ് ഈ ലോകത്തിലെ മോഹങ്ങൾ. അതുകൊണ്ട് തിരുവചനത്തെ ശരിയായി അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏത് വിധേനയും നിങ്ങളെ ആരും തെറ്റിക്കരുത്, വേണ്ടി വന്നാൽ വൃതന്മാരെ കൂടെ തെറ്റിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്ഭുതങ്ങളിലും അതിശയങ്ങളിലും അനുഗ്രഹങ്ങളിലൊന്നും നാം നമ്മുടെ ഹൃദയം വശീകരിക്കുവാൻ ഇടവരുത്തരുത്. അംബാനികൾക്കോ ലോക കോടീശ്വരന്മാർക്ക് നാം പ്രാർത്ഥിച്ചിട്ടല്ല അവർക്ക് സമ്പത്ത് ഉണ്ടായിരിക്കുന്നത്. അനുഗ്രഹങ്ങളാണ്, ഭൗതിക അനുഗ്രഹങ്ങളാണ് ആത്മീയതയുടെ മുഖമുദ്ര എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കട്ടെ. ചുറ്റുമുള്ള അനേകരെ
അനേക കോടീശ്വരന്മാർ ദുഷ്ടതയും വഞ്ചനയും ചതിയും നടത്തി ലാഭങ്ങൾ ധാരാളമുണ്ടാക്കിക്കൊണ്ട് ചില നന്മകളും ലോകത്തിന് പ്രദാനം ചെയ്ത് വലിയ വലിയവന്മാരായി ഇവിടെ ജീവിക്കുന്നതായി കാണാം. ദൈവിക വചനത്തിൻ്റെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്താതിരിക്കുന്നു എങ്കിൽ ഒരു കാരണവശാലും നിത്യത അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയരെ, മോഹങ്ങൾ നമ്മളെ വശീകരിക്കരുത്. മോഹങ്ങളെ ജനിപ്പിക്കുന്ന ഉപദേശങ്ങൾ, അതാണ് ശ്രദ്ധിക്കുക, മോഹങ്ങളെ ജനിപ്പിക്കുന്ന ഉപദേശങ്ങൾ നമ്മളുടെ മുൻപിലേക്ക് വെളിച്ചദൂതന്റെ വേഷത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞത്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതായി പരീക്ഷകൻ ഒരു തിരുവചനത്തെ എടുത്തുകൊണ്ടാണ്, ഉദ്ധരിച്ചുകൊണ്ടാണ്. കർത്താവ് പറയുന്നതിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. പ്രിയരെ, നമ്മുടെ മോഹങ്ങൾ നമ്മളെ മോഹിപ്പിക്കുന്ന ഉപദേശങ്ങൾ, അനുഗ്രഹങ്ങളുടെ ഉപദേശം നമ്മളെ തെറ്റിക്കുവാൻ ഇടയാക്കരുത്. ഇതൊന്നുമല്ല വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. അത്ഭുതങ്ങൾ, ഒരു കൃപാവരങ്ങളില്ല എങ്കിലും ചെയ്യാമെന്ന് കർത്താവ് പറയുകയാണ്. അന്നാളിൽ അനേകർ എന്നോട് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു. യേശു പറഞ്ഞത് അത് നല്ല പ്രവൃത്തി അല്ല എന്നാണ് പറഞ്ഞത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാണ് വിളിച്ചത്. അപ്പം അത് ചെയ്തത് അധർമ്മമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ അനേകരെ തെറ്റിക്കുവാനിടയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മവരങ്ങളെക്കുറിച്ചും ശരിയായ അറിവ് നമുക്ക് ഉണ്ടാകണം. ഓരോ കാലഘട്ടത്തിലെ ഉപദേശങ്ങളെക്കുറിച്ച് അന്യഭാഷയാണ് ആത്മാവിൻ്റെ മുഖമുദ്രയെന്നും അതാണ് നിത്യതയുടെ മുദ്രയെന്നൊക്കെയും പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ നമുക്ക് സഭയിൽ കാണുവാൻ കഴിയും. നമുക്ക് ഓരോന്നോരോന്നായി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് മോഹങ്ങൾ തരുന്ന, നമ്മളെ കൂടുതൽ ത്രസിപ്പിക്കുന്ന, നമുക്ക് ആഗ്രഹങ്ങൾ തരുന്ന, ദൈവം പറയുന്നത് ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഒരു തലമുടി ഇരുന്നാര് പോലും. അതുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കുന്ന ഉപദേശം നമ്മളെ തെറ്റിപ്പിക്കരുത്. ദൈവവചനം കൊണ്ട് നമ്മളെ ഒരു പ്രത്യേക ലോകത്തിലേക്ക് നയിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, അതാണ് ആത്മീയതയുടെ മുഖമുദ്ര എന്നൊക്കെയും പഠിപ്പിക്കുന്ന ദുഷ്ട ഉപദേശക്കാർ ലോകത്ത് ധാരാളമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിൽ, സഭയുടെ അടിസ്ഥാനം എന്ന പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ ക്രിസ്തുയേശുവിൻ്റെ മൂലക്കല്ലായിരിക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ അറിഞ്ഞ് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ പുതിയതും പഴയതും ഒക്കെയും മനസ്സിലാക്കി പരിജ്ഞാനം പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കരുത്. അനുഗ്രഹം, സമ്പത്ത്, സ്തോത്രം, ദൈവം പറയുന്നത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കും. സമ്പത്ത് അല്ല അതിനാധാരം. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെതായിരിക്കുന്ന സമ്പത്ത് അല്ല, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഗൂഢമായ ചിന്താഗതികളും അത് ഉണ്ടാക്കുവാനുള്ള വ്യഗ്രതയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് സമ്പത്ത് നശിച്ചപ്പോഴും
കഷ്ടങ്ങൾ ഏറ്റവും അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവത്തെ വിട്ടില്ല എന്നുള്ളതാണ് എബ്രായ ബാലന്മാരുടെയും ജീവിതം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് കാലങ്ങളെ വിഭജിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ച പഴയ നിയമത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന പുതിയ നിയമത്തെ വിടർത്തിക്കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ സംസാരിച്ച സത്യത്തിന് വിരോധമായി ആരെങ്കിലും മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് ദുരുപദേശമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പ്രിയരെ, നമ്മൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിപ്പിക്കും. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കരുത്. മോഹങ്ങൾ ജനിപ്പിക്കുന്ന ഉപദേശങ്ങൾ നമ്മളെ നിത്യതയിൽ നിന്ന് നശിപ്പിക്കാൻ ഇടവരുത്തരുത്. വചനത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഉപദേശങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി.